السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ തഫ്സീർ ഒരു 60 ആയത്തോളം എത്തി ബക്കറയിൽ. ഫാത്തിഹയും കഴിഞ്ഞു. അപ്പം നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസിലൊക്കെ കുറച്ച് റൂട്ട് ലെറ്റേഴ്സ്, ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് പലർക്കും എന്താണ് കൺഫ്യൂഷൻ ആണെന്നും, അതായത് ബേസിക്സ് അറിയാത്ത കുറെ ആളുകളുണ്ട്. അതായത് ഗ്രാമർ ഇതുവരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ തീരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം അവർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്ന കാര്യം പറഞ്ഞു. അപ്പം എന്താ പറയാ, എല്ലാരെയും ഒരു ബേസിക് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ടിപ്പുകൾ മാത്രം ഷെയർ ചെയ്യാന്ന് വെച്ചു. കാരണം അറബി ഗ്രാമർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കടലാണ്. അതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുങ്ങി തുടങ്ങിയ എത്ര ആഴത്തിൽ മുങ്ങിയാലും മതിയാവൂല. അത്രക്കും ഇതേപോലെ മുത്തും പഴവും പെറുക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അറബി ഗ്രാമർ. അതേപോലെ എന്താണ് നമ്മളുടെ ബുദ്ധി ശക്തിയും ചിന്തയും ഒക്കെ ഒന്ന് ഷാർപ്പാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നല്ല ഇൻട്രസ്റ്റിംഗുമാണ്. എന്നാലും എല്ലാവർക്കും ഒന്നും അതുപോലെ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ടിപ്പുകൾ ഷെയർ ചെയ്യണം. ആൻഡ് ഇത് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഓരോ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒരു ആയത്ത് കാണുമ്പോൾ തന്നെ ഇത് ഇന്നതാണ് എന്ന് ഏകദേശം മനസ്സിലാവും. അതിന്റെ പുറമെ നമ്മൾ കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഖുർആന്റെ വാക്കുകളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും, കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പുകളെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മുടെ എക്സാമിന്റെ സ്കോറും ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. എക്സാം ഇടുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, നമ്മൾ ഒരു 15 ക്വസ്റ്റ്യനിൽ ഏകദേശം 8 ക്വസ്റ്റ്യനോളം വേർഡ് അനാലിസിസ് സൈഡ്, അല്ലെങ്കിൽ 7, 8, 8, 7 എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇടാറ്. അതിനകത്ത് ആ തഫ്സീർ ഏരിയ നിങ്ങൾ ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തദബ്ബുറിന് റെഡിയാണ്. ഓക്കെ, മറ്റേത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ലെവൽ അപ്രീഷിയേഷന് വേണ്ടിയിട്ട്, അത് ഒന്നും കൂടെ അതിനോട് ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി, ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടി മാത്രമാണ് ആ ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് റൂട്ട് എന്നും വേർഡ് അനാലിസിസ് എന്നും ഇടുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. തദബ്ബുറിന് നിങ്ങൾക്ക് തഫ്സീർ സെക്ഷൻ നല്ലപോലെ ക്ലിയർ ആയാൽ മാത്രം മതി. അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും ഡിമോട്ടിവേറ്റഡ് ആവണ്ടാവുള്ളൂ, എനിക്ക് അത് മാർക്ക് കിട്ടിയില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട്. പ്ലസ് ഈ സെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഏരിയക്ക് നിങ്ങൾ സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല, പകരം നിങ്ങൾക്ക് ഖുർആനിന് വാക്കുകളുമായിട്ട്, അറബി ഭാഷയുമായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഖുർആനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ ടിപ്സ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ലെവലിലേക്ക് ഒന്നും ഇറങ്ങി പോണില്ല. അപ്പം ഇനി ഉള്ള ചൊവ്വാഴ്ചകൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും ഒരുപാട് നേരം വേണ്ട. ഒരുപാട് നേരം ആകുമ്പോൾ നിങ്ങൾക്ക് തലയിൽ റിട്ടൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ കുറച്ചായിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ട് പോവാം. ഓരോ ആഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയിലും ഇതേപോലെ രാവിലെ ഇരുന്നിട്ട് റെക്കോർഡിംഗ് ഷെയർ ചെയ്യും. ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ റെക്കോർഡിംഗ് കേൾക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് വിചാരിക്കുന്നത്. ഒന്ന് റൂട്ട് തന്നെ. നിങ്ങൾ പലരും വിഷമം പറഞ്ഞിട്ടുള്ള കാര്യമാണ് റൂട്ട് ലെറ്റേഴ്സ് എന്നുള്ള ആ ഒരു ഏരിയ. അതിനെക്കുറിച്ചൊരു റഫായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ അറബി ഗ്രാമർ അല്ലെങ്കിൽ അറബി ഭാഷയിലേക്ക് ഇറങ്ങുമ്പം ഒരു വലിയ ശതമാനം നമ്മൾ പഠിക്കില്ലാതെ നിവർത്തിയില്ല. ഇപ്പൊ റൂട്ട് ലെറ്റേഴ്സ് ആണെങ്കിലും അതിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ചിലതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഇനി നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്, വായിച്ചു പോവാം. ഓരോ പ്രാവശ്യവും പുതിയ ഒരു റൂട്ട് വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മളെ കണ്ണിന് ഒരു വിഷ്വൽ ഇതില്ലേ, നമ്മളത് കാണുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു സാധനം ഉണ്ട്, നമുക്ക് പോലും കൺട്രോൾ ഇല്ലാത്ത. അതങ്ങോട്ട് പോയിക്കോട്ടെ. ഞാൻ നോക്കുകയില്ല എന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട, നോക്കുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, ലെറ്റേഴ്സ് വായിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, ഐൻ ലാം മീം എന്ന് വായിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അത് ഒറ്റ പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് വിട്ടേക്കാം. വീണ്ടും 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 അത് വരുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ഹൃദയത്തിൽ അത് പതിയും. പ്രത്യേകിച്ച് ഖുർആന്റെ ഒരു മാജിക് തന്നെയാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എളുപ്പമാക്കി എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാനിത് തൊടുകയില്ല, എനിക്ക് ഇഷ്ടമേ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ആ ഒരു ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം, ഡോർ ക്ലോസ് ചെയ്ത് കളയാം. അതാരും ചെയ്യരുത്. ഓക്കെ, അപ്പൊ റൂട്ട് ലെറ്റേഴ്സ് ഒരു പരിധി വരെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതായത് കിട്ടുന്നവർക്കൊക്കെ അവർ പഠിച്ചിട്ട് തന്നെയാണ് കിട്ടുന്നത്. അല്ലാതെ അതിന് വേറെ ടിപ്പൊന്നുമില്ല. പക്ഷെ അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്
അപ്പൊ ബൈഹാർട്ട് പഠിക്കാൻ പറ്റാത്തവര് ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യവും പുതിയ വാക്കുകൾ അല്ലെങ്കിൽ പുതിയ റൂട്ട്സ് കാണുമ്പോൾ അതൊന്ന് വായിച്ചിട്ട് പോവാം. എന്റെ നോട്ട്സോ ഫറ ഷെയർ ചെയ്യുന്ന നോട്ട്സോ ഏത് നോട്ട്സ് ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. അടുത്ത ലെസൺ വരുമ്പോൾ അതും വായിച്ചിട്ട് പോവാം. നിങ്ങൾ പോലും അറിയാതെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് തോന്നും, ഉറപ്പായിട്ടും തോന്നും. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മളുടെ ഹൃദയത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അള്ളാഹു എല്ലാവർക്കും എളുപ്പമാകട്ടെ, ആമീൻ. അപ്പം ഇന്നത്തെ 2 ടോപ്പിക്സ് ഞാൻ പറഞ്ഞു. ഒന്ന് നമുക്ക് റൂട്ടാണ്. അതിന് മുമ്പ് നമ്മൾ അറബിയിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അറബി ഭാഷയിലെ വാക്കുകൾ, ഓക്കെ, 3 ടൈപ്പാ. ഒന്ന് അൽ ഇസ്മ, ഓക്കെ. 2 അൽ ഫിഅൽ. 3 ഹർഫ്. ഓക്കെ, ഇസ്മ, ഫിഅൽ, ഹർഫ്. ഇങ്ങനെ 3 ടൈപ്പ് ആയിരിക്കും അറബി ഭാഷയിലെ എല്ലാ വാക്കുകളും. ഏതൊരു വാക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത് 3-ൽ ഒന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാമം അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള നൗൺ. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വേർബ്, അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നാമം, പേര്, അല്ലെങ്കിൽ നൗണ്, ക്രിയ. ഹർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവ്യയം എന്നാണ് അതിന്റെ വാക്ക്. ഇംഗ്ലീഷിലെ പാർട്ടിക്കിൾ. ഓക്കെ, ഈ വാക്കുകളൊന്നും ആരും കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതില് ഇസ്മ അവിടെ നിൽക്കട്ടെ. ഫിഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ആക്ഷൻസും, ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കും ഫിഅലാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കും ഫിഅലാണ്. എക്സാമ്പിള് കതബ, എഴുതി. യഖ്റുജു, പുറപ്പെട്ടു. അതായത് പ്രസന്റോ പാസ്റ്റോ ഫ്യൂച്ചറോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതൊരു രീതിയിലുള്ള ചെയ്യുന്ന ഒരു കാര്യം, ആക്ഷനെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കും അറബിയിൽ ഫിഅലാണ്. നമ്മൾ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? നമ്മൾ സൂറത്ത് എടുക്കുമ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം എന്താന്ന് പറഞ്ഞിട്ട് 2 ആയത്തുകൾ എടുത്തിട്ട് അതിനെ നമുക്ക് അതിൽ ഏതാ ഇസ്മ, ഏതാ ഫിഅൽ, ഏതാ ഹർഫ് എന്നൊക്കെ നോക്കാം. ഇപ്പം നമ്മളിപ്പോ ഫാത്തിഹ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് സ്റ്റാർട്ട് എഴുതാൻ പറ്റില്ലല്ലോ. യഖ്റുജു, യഖ്റുജുക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? കം ഔട്ട്, ഓക്കെ. അല്ലെങ്കിൽ ലീവ്, ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടുന്നതിന്. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഏതൊരു വാക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ 3-ൽ ഒന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എടുക്കാന്ന് വെച്ചോ, അതിനകത്ത് ഇഹ്ദീന, അല്ലെ? അവിടെ നമ്മൾ ഹിദായത്തിന്റെ കാര്യം എന്താണ്? ഇഹ്ദീന, ഞങ്ങളെ നയിക്കണമേ, അതൊരു പ്രവൃത്തിയാണ്. അപ്പം ആ ഒരു പാർട്ട് ഫിഅലാണ്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടി, യുഅ്മിനൂന,
അവർ വിശ്വസിക്കുന്നു അല്ലേ? അപ്പം അങ്ങനെ വരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കാണെങ്കിലും, യുഖീമൂന അവർ നിലനിർത്തുന്നു, പിന്നെ കഫറു അവർ അവിശ്വസിച്ചു, ആ രീതിയിൽ പ്രവൃത്തിനെ സൂചിപ്പിക്കുന്ന ഏതൊരു വാക്കാണെങ്കിലും അത് എന്താണ്? ഫിഅലാണ്. ഇനി ഹർഫ് എന്ന് പറയുമ്പം ഹർഫിന് സ്വന്തമായിട്ട് ഒരു മീനിങ് ഉണ്ടാവില്ല. മറ്റൊരു വാക്കിന്റെ കൂടെ വരുമ്പോ അർത്ഥം വരുന്ന വാക്കാണ് എന്ത്? ഹർഫ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നോ മീനിങ് ഓൺ ഇറ്റ്സ് ഓൺ, ഗിവ്സ് മീനിങ് വിത്ത് അതർ വേർഡ്സ്. ഓക്കെ, വേറൊരു വാക്കിന്റെ കൂടെ വരുമ്പം മാത്രം അർത്ഥം വരുന്ന വാക്കുകളാണ് എന്ത്? അൽ ഹർഫ് എന്ന് പറയുന്നത്. ഹർഫിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഫി, അറബിയിൽ നമ്മൾ ഇഷ്ടംപോലെ കാണുന്ന ഒരു വാക്കാണ് ഫി അല്ലേ? ഫി ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. ഫി എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം ഇൽ എന്നാണ്. ഇൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ, ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഉണ്ടാവില്ല അല്ലെ? ഫി ഖുലൂബിഹിം എന്ന് പറയുമ്പം അവരുടെ ഹൃദയങ്ങളിൽ, ഫിൽ ബൈത്തി എന്ന് പറയുമ്പം വീട്ടിൽ, അങ്ങനെ അങ്ങനെ അത് വേറൊരു വാക്കിനോട് കൂടെ ചേരുമ്പോഴാണ് അതിന് അർത്ഥം വരുന്നത് ഫി. ഇനി അല, അല പറഞ്ഞ മേൽ, ഇംഗ്ലീഷിൽ ഓൺ അല്ലെ? മേൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ഇപ്പം നമ്മൾ തന്നെ പറയുന്നു ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങളുടെ മേൽ എന്താണ്? ഒരു സീല് വെച്ചു അല്ലെ? അലാ സമഇഹിം അവരുടെ കേൾവിയുടെ മേൽ. അപ്പം എന്തെങ്കിലും ഒരു വാക്കിനോട് യോജിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ചേർന്ന് വരുമ്പോഴാണ് ഇതിന് മീനിങ് വരുന്നത്. പിന്നെ അതുപോലെയുള്ള വേറൊരു വാക്കാണ് മിൻ. ഓക്കെ, മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന്, ഇംഗ്ലീഷില് ഫ്രം. അപ്പോൾ എവിടുന്നെങ്കിലൊക്കെ പുറപ്പെടുന്നതിനൊക്കെ മിൻ എന്ന് പറയും അല്ലെ? മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, മിനൻ നാസി മനുഷ്യരിൽ നിന്ന്. അതുപോലെയുള്ള വാക്കുകൾക്കാണ് എന്ത്? ഹർഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇസ്മാണ് അല്ലെ? ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത ബാക്കി എല്ലാ വാക്കും അറബിയിൽ ഇസ്മാണ്. ഓക്കെ, ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി ആകുന്ന ഫിയലിലും ഹർഫ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അവ്യയം, അതായത് ഒറ്റയ്ക്ക് മീനിങ് ഇല്ലാത്തതും വേറൊന്നിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മീനിങ് ഉള്ളതുമായ ഹർഫുകളും അല്ലാത്ത ബാക്കി എല്ലാ വാക്കുകളും അറബിയില് എന്താണ്? ഇസ്മാണ്. ഇസ്മില് മനുഷ്യരുടെ പേര് വരാം. ഇപ്പം എക്സാമ്പിൾ മുഹമ്മദുൻ, അത് ഒരു ഇസ്മാണ്. ഇനി ഒരു സ്ഥലത്തിന്റെ പേര് വരാം, ലണ്ടന. ഓക്കെ, ലണ്ടൻ, അത് ഒരു ഇസ്മാണ്. ഇനി എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് വരാം, തോവിലത്തുൻ, ടേബിൾ, അതൊരു ഇസ്മാണ്. കൽബുൻ ഹൃദയം, അതൊരു ഇസ്മാണ്. ഇനി എന്തെങ്കിലും ഒരു സർവനാമം, ഇപ്പം അന, പ്രൊനൗൺസ് അല്ലെ? ഇംഗ്ലീഷിൽ പറയുന്ന പ്രൊനൗൺസ് അന, നെഹ്നു, അതായത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ. ഓക്കെ, ഇതിനൊക്കെ പ്രൊനൗൺ എന്ന് പറയും മലയാളത്തിലെ സർവനാമങ്ങൾ. ഇതൊക്കെ എന്താണ്? ഇസ്മാണ്. ഇനി എന്തെങ്കിലും ഒരു വിശേഷണം, ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിലുള്ള അഡ്ജക്റ്റീവ്സ് മലയാളത്തിൽ പറയുന്ന വിശേഷണം,
എക്സാമ്പിൾ കെബീറുൻ, വലുത്. ഓക്കെ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരും സഹിച്ചോളണേ. അപ്പം ഇതുപോലെയുള്ള വാക്കുകളും ഇസ്മാണ്. ഇനി അങ്ങനെ, അതായത് ഫിഅലിലും ഹർഫിലും പെടാത്ത എല്ലാ വാക്കും അറബിയില് ഇസ്മാണ്. അപ്പൊ 3 ടൈപ്പ് വാക്കുകളാണ് അറബിയിലുള്ളത്: ഇസ്മ, ഫിഅല്, ഹർഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ, ഹർഫ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ, അവയവം. ഫിഅൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, അത് ഏത് ടെൻസിലാണെങ്കിലും, കഴിഞ്ഞതാണെങ്കിലും വരാനിരിക്കുന്നതാണെങ്കിലും ഒക്കെ എന്താണ്, ഫിഅലാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമില്ല, മറ്റൊരു വാക്കിന്റെ കൂടെ അർത്ഥമുള്ള വാക്കുകളാണ് ഹർഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ കണ്ടു, ഫി, അല, മിൻ. നമുക്ക് ഹർഫുകൾ കുറച്ച് കാര്യമായിട്ട് പഠിച്ചു വെക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തടുത്ത സെഷൻസിൽ പഠിക്കാം. പിന്നെ നമ്മൾ ഇസ്മിന്റെ കാര്യം പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്തതെല്ലാം ഇസ്മാണ്. ഇസ്മിന് പല രീതിയിൽ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഞാൻ കുറച്ച് സാമ്പിൾസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ആളുടെ പേര്, സ്ഥലത്തിന്റെ പേര്, എന്തെങ്കിലും ഒരു സാധനം, സാധനത്തിന്റെ പേര്, പ്രൊനൗണുകൾ, അതായത് ഞാൻ, നീ, ഞങ്ങൾ, അവൻ, ഇവൻ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഇസ്മാണ്. പിന്നെ വിശേഷണങ്ങള്, കബീറുൻ, സഗീറുൻ എന്നൊക്കെ പറയുന്നത് ഒക്കെ എന്താണ്, ഇസ്മാണ്. ഈവൻ നമ്മൾ ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട്. അവിടെ മറദുൻ എന്ന് പറയുന്നത്, ആ രോഗം എന്ന് പറയുന്നത് പോലും എന്താണ്, ഇസ്മാണ്. കാരണം അത് ഫിഅലിലും ഹർഫിലും ഒന്നും പെടാത്ത ഒരു കാര്യമാണ്, അല്ലെ? അപ്പം അത്തരത്തില് ബാക്കി എല്ലാ കാര്യങ്ങളും അറബിയിൽ ഇസ്മിലാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് രണ്ട് അപ്പൊ നമ്മളുടെ ഔദുവും ബിസ്മിയും എടുത്തിട്ട് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്ക്. ഇതില് അഊദു, അഊദു എന്ന് പറഞ്ഞാല് ശരണം തേടുന്നു എന്നാണ് അർത്ഥം, അല്ലെ? അപ്പം അതൊരു ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതെന്താണ്, ഫിഅലാണ്. ഫിഅലിന് ഞാൻ എഫ് എന്ന് എഴുതാണ്. ബി, ബി എന്ന് പറയുന്നത് എന്താണ്, ഹർഫാണ്, അല്ലെ? ബി എന്ന് പറഞ്ഞാല് കൊണ്ട്, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ്. അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുകയാണെന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ ബി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പം അതിന് അർത്ഥമില്ല. ബില്ലാഹി ആവുമ്പോ അർത്ഥം വരും. അപ്പൊ ബി എന്ന് പറയുന്നത് ഹർഫ്, അള്ളാഹി എന്ന് പറയുന്നത് ഇസ്മ, മിൻ എന്ന് പറയുന്നത് ഹർഫ്, അശ്ശൈത്താനി ഇസ്മ, അർറജീമി ഇസ്മ. ഓക്കെ, അപ്പം ഓരോന്നിനെയും നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഓരോ വാക്കിനെയും. ഔദു ഫിഅല്, ഇവിടെ ഒരു ഫിഅലേ ഉള്ളൂ. ബി ഹർഫ്, അല്ലാഹി ഹർഫ്, മിൻ എന്താണ്, ഹർഫ്, അശ്ശൈത്താനി ഇസ്മ, അർറജീമി ഇസ്മ. അതുപോലെ നമുക്ക് ഏത് ആയത്ത് എടുത്തു കഴിഞ്ഞാലും, ഖുർആനിൽ, അറബിയിലെ ഏത് അറബി ഭാഷയിലെ ആര് എന്ത് എഴുതിയത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇവിടെ ബിസ്മി എടുത്തു നോക്കുമ്പോൾ, ബിസ്മി എടുത്തു നോക്കുമ്പോൾ ബി എന്താണ്, ഹർഫ്, ഇസ്മി എന്ന് പറയുന്നത് ഇസ്മ, അല്ലെ? അള്ളാഹുവിന്റെ പേര് കൊണ്ട് എന്നാ പറയുന്നത്. അല്ലാഹി ഇസ്മ, അർറഹ്മാനി ഇസ്മ, അർറഹീമി ഇസ്മ. ഓക്കെ, കാരണം ഇവിടെ ഇതൊന്നും എന്താണ്, ഫിഅലല്ല, അല്ലെ? റഹ്മാനും റഹീമും ഒന്നും ഫിഅലല്ല, എല്ലാം എന്താണ്, ഇവിടെ ഇപ്പം റഹ്മാനും റഹീമും ഒക്കെ വിശേഷണങ്ങളാണ്. അപ്പൊ അതൊക്കെ ഇസ്മിലാണ് പെടുന്നത്. അള്ളാഹ് എന്നുള്ള പേര് വിശേഷണത്തിലാണ് പെടുന്നത്, ഇസ്മ എന്നുള്ള വാക്ക് വിശേഷണത്തിലാണ് പെടുന്നത്. ബി മാത്രം ഹർഫാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് ആയത്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫാത്തിഹയോ ബഖറയിലെ കുറച്ച് ആയത്തുകളൊക്കെ എടുത്തൊന്ന് അങ്ങനെ വെറുതെ മനസ്സിൽ പറഞ്ഞു നോക്കാം, ഇത് ഇസ്മാണോ, ഇത് ഫെയിലാണോ, ഇത് ഹെർഫാണോ. അപ്പൊ തന്നെ നമുക്ക് കുറച്ചൊരു വകതിരിവ് കിട്ടും. അപ്പം അതാണ് ബേസിക്, വളരെ ബേസിക് ആയിട്ട് അറബി ഭാഷയിൽ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഏതിനെ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റൂട്ടിലേക്ക് വരാം. റൂട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറബി ഭാഷയിലെ മിക്ക വാക്കുകൾക്കും ഒരു 3 അക്ഷരം അല്ലെങ്കിൽ 4 അക്ഷരം ഒക്കെയുള്ള റൂട്ട് ഉണ്ടാവും. നമ്മൾ 4 അക്ഷരത്തിലേക്ക് തൽക്കാലം പോകണില്ല, 3 അക്ഷരം റൂട്ടിൽ നിൽക്കാം. ഏതൊരു വാക്കെടുത്താലും, മെയിൻ ആയിട്ട് ഇസ്മും ഫിഅലും എടുത്തു കഴിഞ്ഞാല് അതിന് 3 അക്ഷരത്തിലുള്ള ഒരു റൂട്ട് ഉണ്ട്. ഇസ്മിനും ഫിഅലിലും മാത്രമല്ല കേട്ടോ, അറബിയിലെ മിക്ക വാക്കുകൾക്കും എന്താണ്, റൂട്ട് ഉണ്ട്. നമ്മൾ മെജോറിറ്റി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇസ്മും ഫിഅലും ആയതുകൊണ്ട് അതിന് 3 അക്ഷരത്തിലുള്ള അല്ലെങ്കിൽ 4 അക്ഷരത്തിലുള്ള ഒരു റൂട്ട് ഉണ്ടാവും. എന്തിനാണ് ഈ റൂട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിതാ ഒരു മരം
കാണാണ്. ഓക്കെ, ഈ മരത്തിന്റെ കുറച്ച് വേരുകളും കാണുന്നുണ്ട് അല്ലേ? ഇവിടെ കുറച്ച് വേരിന്റെ ഇതുണ്ട്, കുറച്ച് ബ്രാഞ്ചസും ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു വാക്ക് എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഐൻ ലാം മീം. ഓക്കെ, ഐൻ ലാം മീം ഇതാണ് ഈ ഒരു ഞാൻ എടുക്കാൻ പോകുന്ന വാക്കിന്റെ റൂട്ട് എന്ന് പറയുന്നത്, റൂട്ട് ലെറ്റേഴ്സ്. ഓക്കെ, ഐൻ ലാം മീം എന്നും അറബിയില് ഒരുപാട് വാക്കുകൾ ഡെറൈവ് ചെയ്ത് വരുന്നത് കാണാം. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ എഴുതാം. ഓക്കെ, ഇൽമ, ആലിം, അലീം, തഅലീം, അല്ലമ, മുഅല്ലിം. ഓക്കെ, ഇവിടെ ഐൻ ലാം മീം എന്ന് വരുന്ന റൂട്ടിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് ഇൽമ. ഓക്കെ, ഈ വാക്കിന്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഏതൊരു വാക്ക്, ഇതിപ്പോ ഞാൻ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, നമ്മള് ഖുർആൻ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഇതിനേക്കാളും കൂടുതൽ വാക്കുകൾ ഇൽമ എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന് വരുന്നതായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മിക്ക വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവും. ഖുർആനിലുടനീളം ഐൻ ലാം മീം നിന്ന് എത്ര വാക്കുകൾ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാം. 854 വാക്കുകള് ഐൻ ലാം മീം എന്ന് വരുന്നതാണ്, 728 ആയത്തുകളിലായിട്ട്. അപ്പം ഈ ഒരു അർത്ഥം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത്രയും വാക്കുകൾ അർത്ഥം മനസ്സിലാകണം. സുബ്ഹാനല്ലാഹ് അല്ലേ? അപ്പം ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു റൂട്ടും അതിന്റെ അർത്ഥവും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വരുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ കത്തും. ഇത് അറിവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു റൂട്ട് പഠിച്ച് ആ റൂട്ടിന്റെ വാക്കും ആ റൂട്ട് ലെറ്റേഴ്സും വാക്കും അതിന്റെ അർത്ഥവും പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാക്കുകൾ നമുക്കങ്ങ് മനസ്സിലാവണം. ഇതിപ്പോ ഒരു ഐൻലാം മീം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ഓരോന്ന് നോക്കുമ്പോഴും അത്രയധികം വാക്കുകൾ, ഇപ്പം വേറെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് ഇതുവരെയുള്ള ആയത്തുകളിൽ കാല, കാല, യക്കൂല്, കൂല്, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടില്ലേ. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കി 1722 വാക്കുകളാണ് കാഫ് വാവ് ലാം എന്ന് പറയുന്ന റൂട്ടിൽ നിന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരൊറ്റ റൂട്ട് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വാക്കുകളുടെ അർത്ഥം അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ ഏകദേശം ഇത് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് അല്ലെ, കാല, കൗല്, വാക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ശരിക്കും നമ്മളിങ്ങനെ പോകെ പോകെ നമുക്ക് എന്ത് പറഞ്ഞാലും ഏകദേശം കാര്യം മനസ്സിലാവുന്നുള്ള ഒരു അവസ്ഥയിലെത്തുക. നമ്മൾ പിന്നെ അങ്ങോട്ട് ബൈഹാർട്ട് പഠിക്കേണ്ടി വരൂല. കുറച്ച് റൂട്ടുകൾ നമ്മൾ പഠിച്ച് ഒത്തിരി ക്ഷമയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് എത്തുമ്പോൾ ഖുർആൻ നമുക്ക് എപ്പം നമ്മൾ ബൈഹാർട്ട് പഠിച്ചത് മറന്നുപോയാലും ഈ ഒരു റൂട്ടിന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കാര്യം കത്തും. ഇത് ഇന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. അതാണ് റൂട്ട് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. നമ്മൾ കുറച്ച് വാക്കുകളുടെ റൂട്ടുകൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇൽമ, കാല ഒക്കെ പോലെയുള്ള വാക്കുകൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന റൂട്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കുക, പറ്റാത്തത് അങ്ങ് വിട്ടേക്ക്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഇവിടെ നമുക്കറിയാം ഐൻ ലാം മീം എന്ന് വരുന്ന അൽമ, അൽമ എന്ന് പറഞ്ഞ അറിവ്, ആലിം അറിവുള്ളവൻ, അലീം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പേരാണ് അൽ അലീം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽ അലീം അല്ലെങ്കിൽ ഫഈൽ എന്നുള്ള ഫോർമാറ്റിൽ വരുന്ന വാക്കുകൾ എപ്പോഴും എല്ലാത്തിനെ കുറിച്ചും അല്ലെ, ഓൾവേസ് ഓൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോർമാറ്റിൽ വരുന്നത് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? എല്ലായ്പ്പോഴും അള്ളാഹ്ക്ക് അറിയാം, എല്ലാത്തിനെ കുറിച്ചും അറിയാം. അപ്പം ഇത് റൂട്ടും ഈ പറഞ്ഞ മുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനൊക്കെ പാറ്റേൺസ് എന്ന് പറയും. ഈ ഒരു റൂട്ടിൽ നിന്ന്
പല പാറ്റേണുകളിൽ ആയിട്ടാണ് വാക്കുകൾ വരിക. അപ്പം ഈ ഒരു പാറ്റേണിൽ വരുമ്പം ഇപ്പം അലീമിനെ നമ്മൾ പറഞ്ഞു അതൊരു ഫഈൽ പാറ്റേണിലാണ് വരുന്നത് എന്നല്ലേ. അപ്പൊ ഫഈൽ പാറ്റേൺ വരുന്ന എല്ലാ വാക്കുകൾക്കും ഒരേ ടൈപ്പ് മീനിങ് ആയിരിക്കും. ഇത് തഫഈൽ എന്ന് പറയും. ഈ പാറ്റേൺ ഒന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, അത് നിങ്ങൾ സാവധാനം നമുക്ക് പഠിച്ചെടുത്താൽ മതി. അപ്പൊ തഫഈൽ പാറ്റേണിൽ വരുന്ന, അതായത് ഇവിടെ ഐൻ ലാം മീം അല്ലെങ്കിൽ പോലും വേറെ എന്തെങ്കിലും ഒരു റൂട്ട് ആണെങ്കിൽ പോലും തഫഈൽ പാറ്റേണിൽ വരുന്ന വാക്കുകൾക്കൊക്കെ ഒരേ ടൈപ്പ് മീനിങ് ആയിരിക്കും. അപ്പം ഈ ഒരു റൂട്ടും അതിന്റെ പാറ്റേണുകളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഒരു 90% കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പാറ്റേൺ നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, റൂട്ട്സ് മാത്രം പഠിച്ചു വെക്കുക. റൂട്ട് പഠിച്ചിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് മെല്ലെ 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 മനസ്സിലാവും. അല്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കുക, മുഅല്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കുന്ന ആൾ, അധ്യാപകൻ അല്ലേ. അപ്പൊ അങ്ങനെ പോവും. റൂട്ടും റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകളും തമ്മിലുള്ള ബന്ധം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഇതേ റൂട്ട് തന്നെ ഐൻ ലാം മീം എന്ന് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ആയത്തുകളും ഇല്ല, ഇതുവരെ പഠിച്ച ആ ഒരു വാക്കിൽ നിന്ന് വന്നിട്ടുള്ള പല വാക്കുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഐൻ ലാം മീം റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള പല വാക്കുകൾ. ആയത്ത് 13 വലാക്കില്ല യഅലമൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ. മുനാഫിക്കുകളെ കുറിച്ച് യഅലമൂൻ എന്ന് പറഞ്ഞാല് അവർ അറിയുന്നു. അപ്പം അവർ അറിയുന്നവരല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ഐൻ ലാം മീം തന്നെയാണ് അല്ലെ. വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കേ. അമ്മല്ലദീന ആമനു ഫയഅലമൂന, ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് അറിയാം, അവർ അറിയുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഖാല ഇന്നി അഅലമു, നിശ്ചയമായും അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിശ്ചയമായും നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. ഇതും ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വഅല്ലമ ആദമൽ അസ്മാ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിനെ പഠിപ്പിച്ചു. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ, അള്ളാഹുവിന്റെ അടുത്ത് മലക്കുകൾ പറയാണ്, ഞങ്ങൾക്ക് അറിവില്ല നീ പഠിപ്പിച്ചു തന്നതല്ലാതെ, ഇല്ലാമ അല്ലംതന, നീ പഠിപ്പിച്ചതല്ലാതെ. ഇന്നക അൻതൽ അലീം, ഇത് ഒരേ ആയത്തിൽ വരുന്നതാ ഈ 3 വാക്കും. ഓക്കെ, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, നിശ്ചയമായും നീ തന്നെയാണ് ഏറ്റവും അറിവുള്ളവൻ. ഓക്കെ, അപ്പം ഒരേ ആയത്തിൽ തന്നെ എത്ര പ്രാവശ്യമാണ് ഇതേ റൂട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു റൂട്ടും അതിന്റെ ഒരു മീനിങ്ങും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തൊരു എളുപ്പമാണ്. താലീമിന്റെ അർത്ഥം ചോദിച്ച ആള് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ താലീം. നമ്മള് താലീമുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല അക്കാഡമികളുടെ പേരുകളൊക്കെ കാണാം. അപ്പം എഡ്യൂക്കേഷൻ എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് താലീം. പിന്നെ അഖുല്ലക്കും ഇന്നി അഅലമു ഗൈബ സമാവാതി, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അടുത്ത് ചോദിക്കാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കറിയാം അല്ലേ, ഞാൻ അറിയുന്നവനാണ് ഗൈബ സമാവാതി, ആകാശഭൂമികളിൽ ഒളിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച്. വൽ അർദി വ അഅലമു, എനിക്കറിയാം എന്ത്, മാ തുബ്ദൂന, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. വമാ കുന്തും തക്തുമൂൻ, ആ ഒരായത്ത്. പിന്നെ 42-ാമത്തെ ആയത്തിൽ വ തക്തുമുൽ ഹഖ വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണ്. എന്താണ്, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വ തക്തുമുൽ ഹഖ വ അൻതും തഅലമൂൻ, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. ഇത് ഇനിയും നമ്മൾ ഐൻ ലാം മീം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആയത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റൂട്ട് പഠിച്ചത് കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഏകദേശം ഇതെന്തോ എൽമിനെ കുറിച്ച് അല്ലെങ്കിൽ അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ പഠിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലത്തെ വേറൊരു കാര്യം നമ്മൾ കാലന്റെ പറഞ്ഞു അല്ലെ. അപ്പം കാല എന്ന് പറയുന്നത് കാഫ് വാവ് ലാം, ആ റൂട്ടിൽ നിന്ന് വരുന്നതാണ്. കൗല് എന്ന് പറഞ്ഞ വാക്ക്, സംസാരിക്കുക എന്നൊക്കെ വരുന്ന അർത്ഥത്തിലാണ് കാല വരാം. അപ്പൊ കാലന്റെ പല 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 ഇത് നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ വളരെ കുറച്ചേ എനിക്ക് ഈ ഒരു പേജിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇത്രയും പഠിച്ച ആയത്തുകളിൽ തന്നെ ഇഷ്ടംപോലെ കാഫ് വാവ് ലാം റൂട്ടിൽ വരുന്ന വാക്കുകൾ വന്നിട്ടുണ്ട്. വമിനൻ നാസി മൈ യഖൂലു, മനുഷ്യരിലുണ്ട് എന്താണ്, അവർ പറയുന്നു അല്ലെ. യഖൂലു, അവൻ പറഞ്ഞു അല്ലെങ്കിൽ അവൻ പറയുന്നു. ഇദാ ഖീല, പറയപ്പെട്ടാൽ. ഖാലു, അവർ പറഞ്ഞു. വീണ്ടും ഇദാ ഖീല, പറയപ്പെടുക. ഖാലു, അവർ പറഞ്ഞു.
കാലു അവർ പറഞ്ഞു. ഇത്ര ആ ഒരു കാഫ് വാവ് ലാമ പഠിച്ചത് കൊണ്ട് ഒരുപാട് ആ വാക്കുകൾ നമുക്ക് അർത്ഥം കിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ ആയത്തിലും നമ്മൾ എല്ലാ വാക്കിന്റെ അർത്ഥം ബൈഹാർട്ട് പഠിക്കുന്നതാണോ അതോ റൂട്ട് പഠിക്കുന്നതാണോ എളുപ്പമെന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. ഈ ഒരു ഇത് കാഫ് ലാമ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ട് എവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ സാവധാനം ഈ പാറ്റേൺസും പഠിച്ചെടുക്കും. ഓക്കെ, യഖൂലു എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, യഷ്കുറു അല്ലെ. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻസും ഇടാറുണ്ടായിരുന്നു, യഷ്കുറു, യഅലമു, യഅലമൂൻ. അപ്പം അത് നമുക്ക് മെല്ലെ മെല്ലെ അതും കൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സുഖമാണ്. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റും. ഫയഖൂലൂന അവർ പറയുന്നു, അപ്പോൾ അവർ പറഞ്ഞു. കാല അവൻ പറഞ്ഞു, കാലു അവർ പറഞ്ഞു. പിന്നെ ഇതൊക്കെ കാലു തന്നെയാണ്. അക്കുൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുൽന നമ്മൾ പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പറയണേ, നാം പറഞ്ഞു. അപ്പം ഇതുപോലെ നമുക്ക് റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട്, ഇതിപ്പം ആയത്ത് 34 എത്തിയിട്ടുള്ളൂ. നമ്മൾ ബാക്കിയുള്ള ആയത്തുകളിലും ഉണ്ട് ഇതുപോലെ കാലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വാക്കുകൾ. അപ്പൊ നമുക്ക് എത്ര വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ നമ്മളൊന്ന് മനസ്സൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ മതി. ഇനി പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിച്ചിട്ട് പോവാം. ഓരോ ലെസൺ വരുമ്പോഴും പുതിയ വാക്കുകൾ, പുതിയ റൂട്ട് ലെറ്റേഴ്സ് കാണുമ്പം അത് വായിച്ചങ്ങ് പോവാ. അപ്പം എപ്പോഴെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതാണ് റൂട്ടിന്റെ എന്താണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക വേണോ വേണ്ടേ എന്നുള്ളത്. വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മളെ എക്സാമുകളുടെ കാര്യത്തിൽ 15 ക്വസ്റ്റ്യനിൽ 8 തഫ്സീർ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയാൽ നമുക്ക് അത് മതി തദബ്ബുറിലേക്ക് പോവാൻ. ഈ ഭാഗം മനസ്സിലാകുന്നത് നമുക്കൊരു എക്സ്ട്രാ അപ്രീസിയേഷന് വേണ്ടി, കൂടുതൽ ഒരു സ്നേഹം അല്ലെ, മഹബത്ത് വരാൻ വേണ്ടി. നമുക്കറിയാം നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വർഷങ്ങളായിട്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ് അല്ലെ. ഒരു മാറ്റവും നമ്മൾ പഠിച്ച കാലം മുതലേ ഇബാദത്ത് ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ഇബാദത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിന്റെ മാധുര്യം കൂടി വരുന്നുണ്ട് അല്ലെ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുമ്പം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ നമ്മൾ നമ്മളുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അല്ലെ, നമുക്ക് അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നന്ദി കാണിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. മുമ്പൊക്കെ നമ്മളെ മനസ്സിലേക്ക് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അൽഹംദുലില്ലാ പറഞ്ഞു ഒതുക്കുന്നവരായിരുന്നു അല്ലെ. ഞാനിപ്പോ ഈ പ്രാവശ്യം ടെസ്റ്റിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തദബ്ബുറിന്റെ. ഇപ്പൊ നമുക്ക് എനിക്ക് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ വെറും ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ നമുക്ക് തൃപ്തിയാവുന്നില്ല. അത് പ്രവൃത്തിയിലും കൂടെ കൊണ്ടുവരണം എന്ന് നമുക്ക് തോന്നുകയാണ് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബി ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാലിൽ നീര് വരുവോളം പ്രവാചകനെ നിങ്ങൾ എന്തിനാ രാത്രി, കാരണം പ്രവാചകന് സ്വർഗം ഉറപ്പാണ് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഞാൻ നന്ദി കാണിക്കേണ്ട ഒരു അടിമയാവണ്ടേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്കിത് അറിയും തോറും, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും തോറും നമുക്ക് നമ്മുടെ ഇബാദത്തിന്റെ മാധുര്യം അല്ലെ, നമ്മളോട് ആരും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒന്നിനും നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. അപ്പം ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതില്ലെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇബാദത്ത് ചെയ്യും. അതേപോലെ ഈ ഭാഗം ഇല്ലെങ്കിലും നമ്മൾ എന്താക്കും, തഫ്സീർ മനസ്സിലാക്കുകയും നമുക്ക് തദബ്ബുർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ഇതും കൂടെ വരുമ്പം ഒരു എന്താ പറയാ, അടുത്ത ലെവലിലേക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് മാത്രമാണ്. അപ്പൊ അത് വേണമെന്ന് പറ്റുന്നവര് മാത്രം എടുക്കുക, പറ്റാത്തവര് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഓക്കെ, ഇനി വേറൊരു കാര്യം, റൂട്ട് ലെറ്റേഴ്സിന്റെ കാര്യം വരുമ്പം വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഐൻ ലാം മീം നിന്ന് വരുന്ന വാക്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഐൻ ലാം മീം തന്നെയാണ്. ഓക്കെ, യഅലമൂൻ, തഅലമൂൻ ഒക്കെ ഇൽമിൽ നിന്ന് വരുന്ന ഐൻ ലാം മീം ആണ്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതും ഐൻ ലാം മീമിൽ നിന്ന് വരുന്നതാണ്. അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ ഇതും ഐൻ ലാം മീമിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ ഇത്രയും വാക്കുകളുടെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഇൽമാണ്. ഓക്കെ, എന്നാൽ ഈ വാക്കിന്റെയും റൂട്ട് വേർഡ് എന്ന് പറയുന്നത് അലം ആണ്. അതാണ് റൂട്ട് ലെറ്ററും റൂട്ട് വേർഡും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഈ എല്ലാ കാര്യത്തിന്റെയും റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഐൻ ലാം മീം തന്നെയാണ്. പക്ഷെ ഈ ഐൻ ലാം മീമിൽ നിന്ന് വന്ന
ഇൽമ് എന്ന് പറഞ്ഞ റൂട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ വാക്കുകളും വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഐൻലാം മീമിൽ നിന്ന് തന്നെ വരുന്ന അലം എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനും അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീനും വന്നത്. അപ്പം അലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർത്ഥം മാറി. എൽമ എന്ന് പറഞ്ഞാൽ അറിവാണെങ്കിൽ അലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടയാളം, എന്തിന്റെങ്കിലും ഒരു ട്രേസ്, സൈൻ എന്നൊക്കെ പറയുന്ന പോലെ. അലാമ അല്ലെ, നമ്മൾ പറയും ഖിയാമ നാളിന്റെ അലാമത്തുകൾ. അപ്പം അലാമ എന്നൊക്കെ പറയുന്ന വാക്ക് അലമിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്ന് വന്ന വാക്കാണ് അൽ ആലം. ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകം അല്ലെ. നമ്മള് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞപ്പോൾ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ആലം അലാമയുമായിട്ട് ബന്ധപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് പറയുന്ന ഒരു റബ്ബ് ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും അല്ലെ. റബ്ബില്ലാണ്ട്, സൃഷ്ടാവില്ലാണ്ട് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ അൽ ആലമീൻ, ഈ ലോകങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങൾ എന്ന് പറയുന്നത് മൊത്തം എന്താണ്? റബ്ബ് എന്ന് പറയുന്ന ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ്, അടയാളങ്ങളാണ്. അങ്ങനെയാണ് ആലം എന്ന് പറയുന്ന ലോകം, ആലമൂൻ ലോകങ്ങൾ. അതുപോലെ റബ്ബിൽ ആലമീൻ, ആലമിന്റെ എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവ് എന്നുള്ള അർത്ഥം വന്നിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഐൻ ലാം മീം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഐ മീൻ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന്, റൂട്ട് അക്ഷരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. റൂട്ട് ലെറ്റേഴ്സ്. ഓക്കെ, ഇത് റൂട്ട് വേർഡ് ആണ്. അപ്പം ഒരേ റൂട്ട് ലെറ്ററിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ട് വാക്കുകൾ വരാം. അലം, ഹെൽം. അപ്പം അതിൽ നിന്ന് വരുന്ന വാക്ക് എന്നുള്ള വ്യത്യാസമാണ് റൂട്ട് ലെറ്ററും റൂട്ട് വേർഡും തമ്മിലുള്ള വ്യത്യാസം. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരേ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് പല വാക്കുകൾ വരാം. ആ വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന വേറെ വാക്കുകളും വരാം. ഇതിന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വേറൊരു എക്സാമ്പിൾ ആണ് ഈ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ രണ്ട് വാക്കാണ്. ഒന്ന് ഹയാത്ത്, വേറൊന്ന് ഹയാ. ഹയാത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം, ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഹയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലജ്ജ. ഇത് രണ്ടും ഒരേ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വരുന്ന എന്താണ്, രണ്ട് റൂട്ട് വാക്കുകളാണ്. ഇത് എന്താണ്, ഹായ എന്ന് പറയുന്നത് റൂട്ട് ലെറ്റേഴ്സ്. ഇത് എന്താണ്, ഹയാത്ത്, ഹയാ എന്ന് പറയുന്ന റൂട്ട് പദങ്ങൾ. ഓക്കെ, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം അല്ലെങ്കിൽ ലൈഫ്, ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ അല്ലെങ്കിൽ ഷൈനസ് അല്ലെങ്കിൽ ഷെയിം എന്നൊക്കെ പറയുന്ന വാക്ക്. ഇനി നമ്മൾ ഇന്നല്ലാഹ ലാ യസ്തഹി, അള്ളാഹു എന്താണ്, നിശ്ചയമായും ലജ്ജിക്കുന്നില്ല അല്ലെ. ഒരു കൊതുകിനെ പോലും ഉദാഹരണമാക്കി കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഒരു വാക്ക് ഹായായ എന്ന് പറഞ്ഞ റൂട്ട് ലെറ്റേഴ്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ഇത് ഏത് പദത്തിൽ നിന്നാണ്? ഹയ എന്നുള്ള പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എന്നാൽ കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാകും അല്ലെ. നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുല വിശ്വസിക്കുന്നത്? അവൻ നിങ്ങളെ മരിപ്പിച്ചു, പിന്നീട് അവൻ ജീവിപ്പിച്ചു അല്ലെ. അത് എന്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഹയാത്തിൽ നിന്നാണ്. സുമ്മ യുമീത്തുക്കും സുമ്മ യുഹ്യീക്കും, പിന്നീട് അവൻ നിങ്ങളെ വീണ്ടും എന്താണ്, മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു. അതും ഹയാത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പിന്നെ നജീനാക്കും, ആ ഒരു ആയത്തിൽ നജീനാക്കും മിൻ ആലി ഫിർഔന യസൂമൂനക്കും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം ഹായായ ആണെങ്കിലും ഹയാത്ത് എന്ന് പറഞ്ഞ റൂട്ട് ലെറ്ററിൽ നിന്നാണ്, റൂട്ട് വാക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം അതാണ് റൂട്ട് ലെറ്റർ, റൂട്ട് വേർഡ് തമ്മിലുള്ള വ്യത്യാസം. ഒരേ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ട് പദങ്ങൾ വരാം, അതിനനുസരിച്ച് അർത്ഥം മാറും.
ഓക്കെ, അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. യസ്തഹി എന്ന് പറയുന്നത് ഹായായ തന്നെയാണല്ലോ, അവിടെ ലജ്ജയാണ്. എന്നാൽ ഫഹിഹാക്കും വയുഹീക്കും അതിനൊക്കെ റൂട്ട് ലെറ്റേഴ്സ് ഹായായ ആണല്ലോ. അപ്പൊ അതെങ്ങനെയാ ജീവിതം ലൈഫ് ആയിട്ട് ബന്ധപ്പെടുന്നത്? അപ്പം ഇങ്ങനെയാണ്, ഒരേ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരേ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ റൂട്ട് പദങ്ങൾ വരാം. അതിന് അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി റൂട്ടിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഇതൊക്കെ നമുക്ക് ഒരുവിധം എന്താ പറയാ, ഇപ്പം കാഫ് ലാമ ഐൻ ലാമിയും ഒക്കെ റൂട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പറയാൻ പറ്റും, അല്ലെങ്കിൽ വാക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഓക്കെ ഇന്നതാണ് ഇതിന്റെ റൂട്ട് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇതല്ലാതെ ഇച്ചിരി കുരുത്തം കെട്ട ഒരു റൂട്ട് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഫസ്റ്റ് കണ്ട എക്സാമ്പിള് എന്താണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള വാക്കാണ് അല്ലെ. നസ്തഈൻ എന്ന് പറഞ്ഞാല് ഞങ്ങൾ സഹായം തേടുന്നു. അതിന്റെ റൂട്ട് ഐൻ വാവ് നൂൻ ആണ്. ഇവിടെ സീൻത ഓക്കെ അതൊരു അഡീഷൻ ആണ്, അത് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് വേറെ മീനിങ് ഉണ്ട്. ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. ഐൻ എന്നുള്ളതിന് നമ്മൾ പ്രതീക്ഷിക്കുക ഐൻ യാ നൂനാണ്, പക്ഷെ ഐൻ വാവ് നൂന് ആണ്. അപ്പം 3 ലെറ്റേഴ്സ് ഉണ്ട്, ഇച്ചിരി കുരുത്തം കെട്ട ലെറ്റേഴ്സ്. അവരാണ് ഇവര് 3 ആൾക്കാര്. വാവ് അലിഫ് യാ. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. നോട്ടി, വാവ് അലിഫ് യാ. അത് മനസ്സിലാക്കാൻ വേണ്ടി വൈ, ഇംഗ്ലീഷിലുള്ള വൈ. ഓക്കെ, ഇംഗ്ലീഷിലെ വൈ. വൈ എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നല്ലേ അർത്ഥം. സത്യം പറയണെങ്കിൽ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് തൽക്കാലം നമ്മൾ മനസ്സിലാക്കാൻ പോണ്ട. അത് കുറച്ച് എന്താണ് അഡ്വാൻസ്ഡ് ലെവലാണ്. വൈ എന്ന് ഓർത്തു വെക്കുക. വാവ് അലിഫ് യ. ചില വാക്കുകളുടെ റൂട്ടിൽ ഇവര് 3 ആളിൽ ഒരാൾ കയറി വരും. നമുക്ക് ഊഹിക്കാൻ പറ്റൂല. ഇപ്പം ഇവിടെ ഇയാക്കൻ അഅ്ബുദൂല് അതിന്റെ റൂട്ട് ഏതാന്ന് ചോദിച്ചാല് ഐൻ ബ ദാൽ. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഐൻ ബ ദാൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നസ്തഈന് നമുക്ക് ഐൻ യാ നൂൻ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഐൻ വാവ് നൂനാണ്. അപ്പൊ ഇതിൽ 3 ആളിൽ ഒരാൾ ഇടക്ക് കയറുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. സുബ്ഹാനല്ലാഹ്. പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക, ഇല്ലെങ്കിൽ അങ്ങനത്തെ റൂട്ട്സ് അങ്ങ് നിങ്ങൾ വിട്ടേക്ക്. കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചാൽ വളരെ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോവുക, ഒന്ന് കണ്ട് വായിച്ച് വിട്ടേക്കുക. പഠിക്കാൻ പറ്റൂല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വേണ്ട. ഇത്തരത്തിലുള്ള വേറൊരു റൂട്ട് നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂട്ട് നമ്മൾ പഠിച്ചതാണ് വാവ് ഖാഫ് യ. വിഖായ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, തഖ്വയുടെ റൂട്ട്. തഖ്വയുടെ റൂട്ട് ഏകദേശം ഖുർആനിൽ 258 പ്രാവശ്യം വരുന്നുണ്ട്. വാവ് ഖാഫ് യ, തഖ്വ. ഇവിടെ മൂപ്പര് 2 ആൾക്കാരും കയറി വന്നിട്ടുണ്ട്. വാവും വന്നിട്ടുണ്ട്, യായും വന്നിട്ടുണ്ട്. അപ്പൊ തഖ്വയുമായിട്ട് ബന്ധപ്പെട്ട കുറെ വാക്കുകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ലിൽ മുത്തഖീൻ, ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്കുള്ള ഹിദായത്താണ് ഖുർആൻ. മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണല്ലേ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്ത് ചെയ്താല്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്താല്. പിന്നെ 24-ാമത്തെ ആയത്തില് വലൻ തഫ്അലു ഫത്തഖുന്നാർ അല്ലദീ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നിങ്ങൾ എന്താണ് നരകത്തിനെ സൂക്ഷിക്കുക അല്ലെ, അതിന്റെ ഇന്ധനങ്ങൾ ഇന്നതൊക്കെയാണ്. അവിടെ തഖ്വയുള്ളവരായിരിക്കാം. സമനം ഖലീലം ഫഇയ്യായ ഫത്തഖൂൻ. ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയണം അല്ലെ, നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റ് കളയല്ലേ, നിങ്ങൾ എന്നോട് മാത്രം സൂക്ഷ്മത കാണിക്കുക, എന്നോട് മാത്രം ഭയഭക്തി പുലർത്തുക, തഖ്വ കാണിക്കുക. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ. അതായത് യാതൊരു പ്രത്യുപകാരം ചെയ്യപ്പെടാത്ത, യാതൊരു ഷഫാഅത്തും കിട്ടാത്ത ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പം ഇവിടെയൊക്കെ ഇതേ റൂട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, വാവ് ഖാഫ് യ. അപ്പം ഈ ഒരു സംഭവം നോട്ടി ലെറ്റേഴ്സിന്റെ റൂട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ വേറെ തന്നെ പഠിച്ചു വെക്കല്ലാതെ വേറെ നിവർത്തിയില്ല. എനിക്കറിയില്ല ഫറയുടെ നോട്ട്സിൽ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് സെപ്പറേറ്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം നോക്കി അവിടെ എഴുതി വെക്കുക. പിന്നെ പറ്റുമ്പോ അതിലൂടെ ഒന്നൊന്ന് ഓടിച്ചു വിട്ടു പോവാ. റിപ്പീറ്റ് ചെയ്ത് എഴുതണമെന്നില്ല, ഓൾറെഡി എഴുതിയതാണെങ്കിൽ പിന്നെ എഴുതണമെന്നില്ല. അപ്പൊ അത് പഠിച്ചു വെക്കല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല, അതിന് വേറെ ട്രിക്കൊന്നും ഇല്ല. അപ്പൊ ഇത്രയാണ് റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്
അറബി ഭാഷയിൽ 3 തരം വാക്കുകളാണുള്ളത്. ഇസ്മ, ഫേല്, ഹർഫ്. ഫേൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്ക്, ഇംഗ്ലീഷിലെ വേർബ്. ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ആണ്, അതിന് ഒറ്റയ്ക്ക് മീനിങ് ഇല്ല, എന്തിൻ്റെങ്കിലും കൂടെ നിൽക്കുമ്പോൾ മാത്രമേ മീനിങ് ഉള്ളൂ. എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, ഫി, അല, മിൻ ഒക്കെ. ഇതുപോലെ കുറേ ഉണ്ട്. നമുക്ക് ഓരോ ക്ലാസ്സിലും കുറച്ച് പാർട്ടിക്കിൾസ് പഠിച്ചു വെക്കണം, അതിനെ വേറെ തന്നെ എഴുതി വെക്കണം. കുറച്ച് ഹെർഫുകൾ, പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇനി ബേജാറാവേണ്ട, ഹെർഫുകൾ പഠിച്ചു വെക്കണം, അതിനെ എഴുതി വെക്കണം. അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു കുറച്ച് സംഭവം നമ്മൾ അവിടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആയത്തിൻ്റെ ഇടയ്ക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് കുറച്ചായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഈ ചൊവ്വാഴ്ച ക്ലാസ്സുകളിൽ പഠിച്ചു വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഫേലും ഹർഫും അല്ലാത്തതെല്ലാം അറബി ഭാഷയിൽ ഇസ്മാണ്, നൗണാണ്. ഒരാളുടെ പേര്, സ്ഥലത്തിന്റെ പേര്, എന്തെങ്കിലും സാധനങ്ങളുടെ പേര്, പ്രൊനൗൺസ്, വിശേഷണങ്ങൾ, അഡ്വേർബ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചില ക്വസ്റ്റ്യൻ വാക്കുകൾ ഒക്കെ എന്താണ്, നൗണായിട്ട് വരും. ഈ ഇസ്മും ഫേലും ഫേലും ഹർഫും അല്ലാത്തതൊക്കെ അറബി ഭാഷയിൽ എന്താണ്, ഇസ്മാണ്. നമ്മൾ ഒരു ആയത്ത് എടുത്തിട്ട് അതിനെങ്ങനെയാണ് ഇസ്മ ഫേല് ഹർഫാക്കിയിട്ട് എഴുതുന്നത് എന്ന് നമ്മൾ നോക്കി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആയത്തുകളും കൂടെ എടുത്തിട്ട് ചുമ്മാ എഴുതി നോക്ക്. ഇത് ഇസ്മാണോ, ഇത് ഫെയിലാണോ, ഇത് ഹെർഫാണോ എന്നൊക്കെ അർത്ഥം കൂടെ വെച്ച് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെ റൂട്ടിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു. ഏതൊരു വാക്കും അറബി ഭാഷയിലെ മെജോറിറ്റി വാക്കുകളും ഒരു റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വരുന്നതാണ്. 3 റൂട്ട് അല്ലെങ്കിൽ 4 റൂട്ടുള്ള റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ മെജോറിറ്റി 3 റൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ 3 റൂട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ആ റൂട്ടിൽ നിന്ന് വരുന്ന ഒരു വാക്കുണ്ടാവും. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളുടെ അർത്ഥവും നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇൽമിൽ നിന്ന് വരുന്ന എത്ര വാക്കുകളുണ്ട് അല്ലെ, ഇതുവരെ പഠിച്ചതിൽ തന്നെ എത്രത്തോളം വാക്കുകളാണ് ഐൻ ലാം മീമിൽ നിന്ന് വരുന്നത്, കാഫ് ലാമിൽ നിന്ന് വരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനിയും നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഇതെനിക്ക് ഈ ഒരു പേജിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ആയിരുന്നു. ഇനിയും ഇതിൽ കൂടുതലുണ്ട്, കാരണം ഇവിടെ നമ്മൾ 34th എത്തിയിട്ടുള്ളൂ. അത്രയും തന്നെ ആയത്തുകൾ വീണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിനകത്തൊക്കെ ഉണ്ട് കാലോ കുൽത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റൂട്ട് വാക്കും റൂട്ട് ലെറ്ററും തമ്മിലുള്ള വ്യത്യാസം ഇൽമും അലമും വെച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ ഹയാവും ഹയാത്തും വെച്ച് നമ്മൾ പഠിച്ചു. ഇതുവരെ ഉള്ള പഠിച്ചത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താണ്, പിന്നെ നോട്ടി റൂട്ട് ലെറ്റേഴ്സ്. ചില റൂട്ട് ലെറ്റർ നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കൂല, അവർ വേറെ പല സ്ഥലത്തുനിന്നും കൊണ്ടുവരും. അങ്ങനെ വരാൻ സാധ്യതയുള്ള 3 ലെറ്റേഴ്സ് വാവ്, അലിഫ്, യാ ആണ്. നോട്ടി ലെറ്റേഴ്സ് ആണ്. നമുക്കത് ഓർത്ത് വെക്കാൻ വൈ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇംഗ്ലീഷിലുള്ള വ, അലിഫ്, യാ. അത് ഇടക്കിടക്ക് കയറി വരും. നസ്തഈനില് ഐൻ വാവ് നൂന് വരുന്ന പോലെ, തഖ്വയില് വാവ് ഖാഫ് യാ വരുന്ന പോലെ അതുപോലെയുള്ള റൂട്ട്സ് പല സ്ഥലത്തും ഉണ്ടാവും. ഓക്കെ, ഇന്ന് ഇത്രയും മതി. ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ കുറച്ച് ട്രിക്കുകളും കൂടെ പഠിക്കണം. അങ്ങനെ ഒരു 3-4 ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ടെസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ലെവലിലും എത്തും. പ്ലസ് നിങ്ങൾക്ക് പല ആയത്തുകളും കാണുമ്പം ഞാൻ കുറച്ച് വാക്കുകളുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നത് ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ അങ്ങ് മനസ്സിലാവോ ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിലേക്ക് എത്തും. സുബ്ഹാനല്ലാഹ്. ഓൾറെഡി ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്കൊക്കെ കുറെ ഇപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇനി ഇപ്പം തുടങ്ങിയവർക്കാണെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 100ാമത്തെ ആയത്ത് 100 സംതിങ് ആയത്തിലേക്കൊക്കെ എത്തുമ്പോൾ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടിക്കിൾസ് ഹർഫുകൾ കുറെ മനസ്സിലാക്കുമ്പോഴും കുറച്ച് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്, അതായത് നൗണ് പ്രൊനൗൺ അറ്റാച്ച്മെന്റ്സ്, അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാക്കുകയും പിന്നെ എന്താണ് തഫ്സീർ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ തദബ്ബുറിന്റെ പുലികളായി മാറും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് എത്തിച്ചു തരട്ടെ എല്ലാവർക്കും. ആമീൻ. അൽഹംദുലില്ലാ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.